ഗൈസ് ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട്, നമുക്ക് അയാൾ നോക്കിയിട്ട് നോക്കാം. ഗൈസ് എന്തോ ഒരു സാധനമായിട്ട് വരുന്നുണ്ട്, നമുക്ക് വീഡിയോ എന്തോ നോക്കാം കേട്ടോ. കയറുക. നിങ്ങൾ വിചാരിക്കും വല്ല അൺബോക്സിങ് വീഡിയോ അങ്ങനെ വല്ല ആയിരിക്കും എന്ന്, പക്ഷേ വീഡിയോയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് റെസ്യൂസ്. അലാറം അടിച്ചു. ഓക്കെ ഗൈസ്, നമ്മളപ്പം സാധാരണ നമ്മൾ ഇന്നൊരു സർവൈവിങ് വീഡിയോ ആണ്. അതായത് ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ മണ്ടയാണിത്. അപ്പം ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഒരു 3 മണിക്കൂർ ചിലവഴിക്കാൻ വേണ്ടി പോവാണ്. 3 മണിക്കൂറേ ഉള്ളൂ ഫോണില്ലാതെ. ഫോണിലുണ്ടെന്ന് വെച്ചാൽ ക്യാമറ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, അല്ലാതെ യൂട്യൂബ് ഒന്നും കാണാതെ നോർമലായിട്ട് ഞങ്ങൾ ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കും. അപ്പം ചില ആളുകളൊക്കെ 24 മണിക്കൂറൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കതിനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഒരു 3 മണിക്കൂർ ചെയ്യാമെന്ന് വെച്ചു. ചിലപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇറക്കുന്ന വീഡിയോ ഇന്ന് എത്രാം തീയതിയാണ്? 21. ഇന്ന് 21 ഞായറാഴ്ചയാണ്. അപ്പം ഇതെന്ന് ഇറക്കുമെന്ന് എനിക്കറിയാൻ മേല. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മളെന്തായാലും ഇത് അൺബോക്സ് ചെയ്യാനൊന്നും അല്ല പരിപാടി. ഇത് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത്. നന്ദു അത് തുറന്ന് കാണിച്ചു. കണ്ടില്ലേ ഗൈസ്, വെള്ളം 3 മണിക്കൂറിന് ആവശ്യമായിട്ടുള്ള വെള്ളം. സാധാരണ ആളുകളൊക്കെ കാട്ടിലും മറ്റേ മലയുടെ ഒക്കെ ഇവിടെ പോയിട്ട് ഇരുന്നാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പം നമ്മുടെ ടെറസിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്ന് നമ്മളെ ചെയ്യുന്നു ഗൈസ്. ഓക്കെ, കത്തി ആവശ്യം വരുമല്ലോ, എന്തെങ്കിലും തിന്നണമെങ്കിൽ കണ്ടിച്ച് തിന്നാം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വന്നു, കപ്പ വറുത്തത് അങ്ങനെയുള്ളതൊക്കെ. നല്ല കാറ്റാണ്. പിക്ചറുണ്ട്. പിന്നെ ഇന്നൊന്നുമില്ല ഗൈസ്, ഇത്ര സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ ഫോണോ ഒന്നുമില്ല. ഫോണെന്ന് പറയുന്നത് വീഡിയോ എടുക്കുന്ന ഫോണല്ലാതെ വേറെ ഫോണൊന്നുമില്ല. അപ്പം നമ്മൾ ഇന്നിവിടെ ഇതും കഴിച്ച് 3 മണിക്കൂർ, ഏകദേശം 6:30 വരെ, ഇപ്പോൾ എത്ര മണി? 4 മണി ആയിട്ടുണ്ട്. 4 മണിയല്ല, 5 മണി ആയിട്ടുണ്ട്. 6:30 വരെ നമ്മൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. പ്രകൃതി രമണീയമായൊരു അന്തരീക്ഷത്തിൽ നമ്മൾ ഇരിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ആകാശമൊക്കെ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു വൈബാണ്. അപ്പം ഗൈസ് അവിടെ നന്ദു കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചായിരിക്കും ഇന്ന് ഫുള്ള് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടുത്തെ വൈബൊക്കെ. താഴെയാണ് കേട്ടോ. ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട് ഗൈസ്. അപ്പം ഇവിടെ നമുക്ക് മാങ്ങയൊക്കെ പറിക്കണമെങ്കിൽ മാങ്ങയൊക്കെ പറിച്ച് തിന്നാം. ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പറിക്കാവുന്നതേ ഉള്ളൂ, അത്ര അടുത്താണ് നിൽക്കുന്നത്. കണ്ടില്ലേ, മാങ്ങയൊക്കെ സിമ്പിളായിട്ട് പറിക്കാം. അപ്പം എന്തായാലും പരിപാടി ഒന്നുമില്ലല്ലേ, വെറുതെ നിൽക്കുക. കാറ്റാണ് കേട്ടോ, നല്ല കാറ്റാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമുക്കൊരു മാങ്ങ കഴിയുന്നുള്ളൂ. പക്ഷെ മാങ്ങയുടെ പകുതി കേടായിരുന്നു. പകുതി ഞാൻ ചെത്തിക്കളഞ്ഞു. ആകെ കേടാവാത്ത ഇത് മാത്രമേ ഉള്ളൂ. അവസാനം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഗൈസ്. ഇത് മുറിച്ച് നമുക്ക് കഴിക്കാം. സോറി, ആദ്യം ഇതൊന്ന് കഴിയട്ടെ. കുറേ നാളെ എടുത്ത് കത്തിയായതുകൊണ്ടാണ്. ഇവിടെ വെള്ളം വേണമെങ്കിൽ വെള്ളമൊക്കെ അവൈലബിൾ ആണ്. മാങ്ങ ചെറിയ ഉള്ളു, എന്നാലും കഴിക്കാം. മഴയൊക്കെയാണല്ലോ, ഉടനെ ഉള്ളായിരുന്നു. പിന്നെ ഒന്നും കാണുന്നില്ല. നോക്കട്ടെ. ഇല്ല ഗൈസ്, മാങ്ങയുടെ സീസൺ കഴിഞ്ഞു. അപ്പം ഇനി ഒന്നുമില്ല. പിന്നെന്താ പറയുക, പിന്നെ വേറെ കൂട്ടം കാണിക്കാം. ചീര ഉണ്ട് കേട്ടോ, ചീര. നമുക്ക് ഒരു ദിവസം നമ്മളൊരു 24 മണിക്കൂർ ചെയ്യണമെന്നുണ്ട്. അതായത് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ, അത്രേ ഉള്ളൂ. അത്രയും ചെയ്യണമെന്നൊക്കെയില്ല. അത് നമ്മുടെ ചന്ത് വരുമ്പോൾ നമ്മളെന്തായാലും തീരുമാനിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ചീരയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. ചീരയൊക്കെ ഒന്ന് പറിച്ചില്ല. പിന്നെ അത് ഇവിടെ തന്നെ പനിക്കൂർക്ക, പിന്നെ അതുപോലെ തന്നെ ബീൻസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ബീൻസ് അല്ല, അച്ചിങ്ങയുണ്ട്. ഓരോന്നോരോന്നായിട്ട് പറിച്ച് അരിയുക. ഇപ്പോൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട്, നല്ല ക്യാരറ്റൊക്കെ നടുവാണെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കണമെങ്കിൽ ക്യാരറ്റ് എടുക്കുക.
വെട്ടുക ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിതാ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സമയം വൈകുന്നേരമാണല്ലോ. അപ്പം മെയിനായിട്ട് എല്ലാവരും കഴിക്കുന്ന അവലാണ്. നമുക്ക് അവല് കഴിച്ച് ഇച്ചിരി നേരം കഴിയാം. നനച്ചതാണോ കാണാൻ പിടിക്കാം. സമയം 5 മണി ആയതുകൊണ്ടേ ഒരു സൺസെറ്റ് മീൻസ് സൺസെറ്റ് അല്ല, നമുക്ക് സൺസെറ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ സൂര്യന് ഇങ്ങനെ മങ്ങി താഴത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാ അവിടെ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, സൂം ചെയ്യാൻ പറ്റുന്നില്ല. യെസ്, ഓക്കെ, അവിടെ ഉണ്ട് സൂര്യൻ, അവിടെ ഉണ്ട്. ഇതാ അപ്പം തൊട്ടപ്പുറത്ത് കായലാണല്ലോ. അപ്പം സൂര്യൻ നമുക്കിവിടെ നിന്ന് ഇച്ചിരി വലിയ കുഴപ്പമില്ല. നല്ല വെയിലുണ്ട് കേട്ടോ, എന്തിൽ നല്ല വെയിലാണ്. നന്ദു പൊക്കത്ത് കയറും. പൊക്കത്തൊരു ടാങ്കുണ്ട്. അപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ കയറേണ്ടതാണ്. ഓക്കെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. അതായത് പുറയിലൊരു തെങ്ങുണ്ട്. തെങ്ങിൻ്റെ മുമ്പിലായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ നിന്ന് എടുക്കാം. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? കണ്ടാ സംഭവം തന്നെ. പിന്നെ പ്രത്യേകിച്ച് കാണാൻ വലുതായിട്ട് ഇവിടെ കാണാനല്ല നമ്മൾ വന്നത്, സർവൈവ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ആകെ സമയം നോക്കാൻ വാച്ചുണ്ട് കേട്ടോ. കണ്ടോ, സമയം ഇപ്പോൾ 5:13 നമ്മൾ 13 മിനിറ്റ് ഇവിടെ കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് 13 മിനിറ്റ് കഴിഞ്ഞു. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, പള്ളിയൊക്കെ ഉണ്ട്. പള്ളിയാണ് അപ്പുറത്ത് കാണുന്നത്. അവിടെ പ്രാർത്ഥന നടക്കുവാണ്. വേറെ ഞാനൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ള മിച്ചറാ. ചായ ഉണ്ടായിരുന്ന നൈസായിരുന്നു ഗീസ്, കട്ടൻ ചായ നൈസായിരുന്നു. പക്ഷെ നമ്മൾ അടുത്ത പ്രാവശ്യം ഗംഭീരമാകും കേട്ടോ. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതൊക്കെ കൊണ്ടുവരും. നൂഡിൽസൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കുറേ നാളായി വിചാരിക്കുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പം അതിന് പറ്റിയുള്ള ഒരു കാലാവസ്ഥയും വൈബും ഒക്കെ കിട്ടണില്ലായിരുന്നു. അത് ഇന്നാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം ചെയ്തു. ചന്തു ഇല്ല കേട്ടോ, ചന്തു കുറേ ദിവസമായി വന്നിട്ട്. വരുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യും. പിന്നെ മഴ വരുവാണെങ്കിൽ പേടിക്കേണ്ട വ്യവസ്ഥ. ഇവിടെ ഒരു നമ്മളിവിടെ ഷെഡ് പോലെയുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇവിടെ നിൽക്കാം. ആണോ, മഴ വന്നാലും നമ്മളിവിടുന്ന് പോകത്തില്ല. അതായത് കൃത്യം 6:30 ആവാതെ നമ്മളിവിടുന്ന് ഇറങ്ങത്തില്ല, ഉറപ്പാണ്. അപ്പോൾ സമയം 5:14 ഉറപ്പായിട്ട് ഇറങ്ങത്തില്ല. എപ്പോഴും നിങ്ങളെ ഒന്നും ബോറടിപ്പിക്കത്തില്ല. ഞാൻ ഇടയ്ക്ക് നിർത്തുവാണ്, ഇടയ്ക്ക് നിർത്തും, വരും, പോകും. ഓക്കെ, അഭി വന്നിട്ടുണ്ട്. കട്ടൻ ചായ എടുക്കാൻ പോയതാണ്. ഓക്കെ, നമ്മൾ കട്ടൻ ചായ എടുത്തുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് താഴെ പോയത്. അപ്പം ഈ വെള്ളം നിങ്ങൾക്ക് വേണ്ടല്ലോ കട്ടൻ ചായ? ഓക്കെ, നനച്ചത് തീർന്നിട്ടുണ്ട് ഗൈസ്. അവർ നനച്ചത് തീർന്നു. ഇനിയും കുറേ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ടകത്ത്, അതൊക്കെ കഴിക്കണം. എന്നാലും നമുക്ക് ആകെ കിട്ടിയത് ഒരു മാങ്ങയാണ്. വേറെ ഒന്നും നമ്മൾക്ക് കിട്ടാൻ സാധിച്ചിട്ടില്ല. അത് ഇച്ചിരി കൂടെ ഒന്ന് വേറൊരു സ്ഥലത്തായിരുന്നെങ്കിൽ, നമുക്ക് നല്ല ഫ്രൂട്ട്സൊക്കെ ഉള്ള സ്ഥലത്തായിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേനെ. നമ്മളിപ്പോൾ ഇവിടെ ആയതുകൊണ്ടാണ് കിട്ടാത്തത്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അടുത്ത പ്രാവശ്യം അടുത്ത സ്ഥലം പിടിക്കും. കുറച്ച് നൈസ് ചായ ഇതും കൂടി കഴിച്ചു നോക്കാം. പിടി ആദ്യം ഇതെടുത്ത് ഇങ്ങോട്ട് ഒഴിക്കാം. ഫോമോ എടുക്കാം.
നമ്മൾ ഈ കട്ടൻ ചായ കുടിക്കണം. കട്ടൻ ചായ ഇച്ചിരി കൂടിപ്പോയി. ഞാൻ തന്നെ ഉണ്ടാക്കിയെന്ന് നല്ല വീട്ടിലെ വൈബിലിരുന്ന് കട്ടൻ ചായയും പപ്പടവടെ. നമ്മളിപ്പം എന്താ നോർമൽ പരിപാടി തന്നെ ഇവിടെ നിൽക്കുക. ഇപ്പോൾ സമയം എത്രയായി? 5:23 അപ്പോൾ നമ്മൾ 23 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 23 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കിടക്കണം 1 മണിക്കൂർ. നമ്മളിതിനേക്കാൾ ഇച്ചിരി കൂടി ഇതായിട്ട് നടത്തേണ്ടതാണ്. നല്ല സ്ഥലത്ത് പോയിരുന്നു ചെയ്യണം. ഇത് നമ്മുടെ വീടിൻ്റെ പൊക്കത്ത് തന്നെ വന്നിരുന്നൊരു രസമില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും നല്ല രീതിയിൽ ചെയ്യാനുള്ള പ്ലാൻ. ഇത് ഞങ്ങളുടെ ജസ്റ്റ് ഒരു തുടക്കം മാത്രമേ ഉള്ളൂ. അപ്പം അത് നമുക്ക് തീരുമാനിക്കാം. പിന്നെ കട്ടൻ ചായ ഞാൻ കുടിച്ച് തീർത്തിട്ടില്ല. കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കട്ടൻ ചായ കുടിച്ചിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കാം. അതുവരെ നന്ദു ഇവിടുത്തെ കുറച്ച് വൈബൊക്കെ കാണിച്ചു തരും. നന്ദു നന്ദു അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ആകാശം ഞാൻ കട്ടൻ ചായ ഒക്കെ കുടിച്ച് തീർന്നു. ഇവിടെ ഫുള്ള് ക്ലിയറാക്കി. ഓക്കെ, അപ്പം സമയം അരമണിക്കൂർ കഴിഞ്ഞു. 5:30 ആയിട്ടുണ്ട്. 5:30 വരെ നമ്മളിവിടെ പിടിച്ചു നിന്നിട്ടുണ്ട്. അല്ലെങ്കിലും പിടിച്ചിരിക്കാനൊന്നുമില്ല, വലിയ പാടൊന്നുമില്ലല്ലോ, സിമ്പിളല്ലേ. ഇത് ഇച്ചിരി കൂടി ഇങ്ങോട്ടായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി പുളിയൊക്കെ പറിച്ച് തിന്നായിരുന്നു. ഇവിടെ പുളിയുണ്ട് കേട്ടോ. ഇത് പുളിമരമാണ്. പിന്നെ അതുപോലെ തന്നെ അത് അവിടെയുണ്ട് പുളിമരം. ഞാൻ കാണിച്ചു തരാം. അതുണ്ട്, അത് പുളിമരമാണ്. ഇച്ചിരി ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് നിൽക്കുമായിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പറിക്കാമായിരുന്നു. പക്ഷേ എത്തില്ല ഗൈസ്. അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോകണം. വേണ്ട, എന്താ കഴിഞ്ഞു. ഇപ്പം 5:39. ഇപ്പം നന്ദു ആണെങ്കിൽ എന്തോ പുളി തപ്പാനോ പുളിയോ അതുപോലെ എന്തോ മാങ്ങ എങ്ങാണ്ടോ തിന്നാൻ വേണ്ടി അത് പറിക്കാൻ വേണ്ടി എങ്ങാണ്ടോ പോയിട്ടുണ്ട്. കിട്ടുമോയെന്ന് അറിയാൻ മേല. ചിലപ്പോൾ കിട്ടുമായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സാധനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കിളികൾ പറന്നു പോകണത് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ കാണാൻ പറ്റും. മുമ്പേ അതുപോലെ ഒരു വീഡിയോ എടുത്തിരുന്നു, ഒരു പരുന്ത് പറന്നു പോണത്. ഇപ്പോൾ ഈ സമയം ഒരു കിളികളൊക്കെ മടങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ കൂട്ടത്തോടെയൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള വ്യൂസൊക്കെ വല്ലതും വരുവാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും അതൊക്കെ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പം വലിയ രീതിയിൽ ഇതൊന്നും ചെയ്യുന്നില്ല. നോർമൽ ക്യാമ്പിംഗ് ആണ്. പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ നന്നായിട്ട് പിടിക്കും കേട്ടോ. നന്ദു വന്നിട്ടുണ്ട്. കിട്ടിയാവല്ലോ പുളിയോ മാങ്ങയോ ഒന്നുമില്ലേ? ഒന്നുമില്ല ഗൈസ്. ഇപ്പം എന്ത് ചെയ്യും? സാധാരണ ഇവിടെയൊക്കെ പണ്ടായിരുന്നെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ഇതിനകത്തൊക്കെ മാങ്ങയും ഇവിടെയൊക്കെ മാങ്ങ കിടന്നതാണ്. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചിട്ട് തിന്നാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇനി അത് പറ്റില്ല. ഇനി അടുത്ത വർഷം നോക്കിയിരിക്കണം ഗൈസ്. ഓക്കെ, അപ്പം ഇനി എന്തൊക്കെയോ കഴിക്കാനായിട്ട് ബാക്കി ഇരിപ്പുണ്ട്, നോക്കട്ടെ. കപ്പോർക്ക് എന്തെന്താ അവലോസൂടി വേണ്ട, എടുത്തകത്ത് വെച്ചടാ.
പിന്നെ എനിക്ക് വേറൊരു വ്യൂ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല്ല പ്ലെയിനോ അങ്ങനെ വല്ലതും എന്തെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ ആയിരിക്കും. അതൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പക്ഷേ ഹെലികോപ്റ്റർ പ്ലെയിനോ ഒന്നും പോകുന്നില്ല. ഒരു തുമ്പി പറക്കണമുണ്ട് ഇവിടെ ഈ അറ്റത്ത് നോക്കി. ഈ സോളാറിൻ്റെ അമ്പയുടെ മേത്ത് ഒരു തുമ്പി ഉണ്ട്. കണ്ടോ പറന്നുപോയി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഈ മണിക്കൂറുകൾ കടത്തി വിടുവാണ് ഗൈസ്. നമ്മുടെ 6 മണിയായിട്ടുണ്ട്. 6 മണിയായപ്പം ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇത്രയും സാധനങ്ങളുമായിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്നു. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമായിരുന്നു. നല്ല വൈബൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടി. അതായത് ഇവിടെ നിന്ന് നല്ല കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നല്ലൊരു കാര്യം തന്നെ, നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള ചെറിയ കടികളൊക്കെ കഴിച്ചു. ഇനി നമ്മൾ താഴെ പോയിട്ട് വല്ല വലിയ ഐറ്റംസ്, അതായത് അപ്പോൾ ഇടിയപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. വിശക്കണമുണ്ട് നന്നായിട്ട്. ഇതുപോലെയുള്ള സാധനങ്ങൾ മാത്രമേ കഴിച്ചിട്ട് കാര്യമില്ല. വലിയ നല്ല സാധനം ഇതിൽ ഇത്രയും നമ്മൾ പിടിച്ചു നിന്നു. 6 മണി 6:05 ഇരുട്ടൊന്നും ആയിട്ടില്ലെങ്കിലും നമ്മൾ ഇവിടെ നിർത്തുവാണ് അല്ലേ. എന്തുവാടാ വീഡിയോ ചെയ്യാം.